സന്ധ്യാനേരമെന്നാൽ നമ്മുടെ വീടുകളിലേക്ക് മഹാലക്ഷ്മി കടന്നുവരുന്ന പുണ്യനിമിഷമാണ്. ഉമ്മറത്ത് തിരിതെളിയുമ്പോൾ, തുളസിത്തറയിൽ ദീപം മിന്നുമ്പോൾ, ആ പ്രകാശത്തിലൂടെ ഐശ്വര്യം പടിവാതിൽ കടന്നെത്തുമെന്നാണ് നമ്മുടെ മുത്തശ്ശിമാർ പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നാൽ ഇന്ന് പല വീടുകളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. വിളക്ക് കൊളുത്തിയ ഉടനെ തന്നെ മുൻവാതിലുകൾ വലിച്ചടയ്ക്കുന്നു. ഒരുപക്ഷെ സുരക്ഷയെ കരുതിയോ, കൊതുകുശല്യം പേടിച്ചോ ആകാം നമ്മളിത് ചെയ്യുന്നത്. എന്നാൽ സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിയ ശേഷം വീടിങ്ങനെ അടച്ചിടുന്നത് ഐശ്വര്യക്കേടാണോ? ഈയൊരു ചോദ്യത്തിന് പിന്നിൽ വലിയൊരു സത്യവും ഒപ്പം മനോഹരമായ ഒരു ആത്മീയ ചിന്തയുമുണ്ട്. നമ്മുടെ സനാതനധർമ്മമനുസരിച്ച് സന്ധ്യ എന്നത് പ്രകാശവും ഇരുട്ടും തമ്മിൽ സന്ധിക്കുന്ന സമയമാണ്. ഈ സമയത്താണ് പ്രപഞ്ചത്തിലെ പോസിറ്റീവ് ഊർജ്ജം ഏറ്റവും ശക്തമായി പ്രവഹിക്കുന്നത്. നമ്മൾ നിലവിളക്ക് കൊളുത്തി ദീപമെന്ന് ചൊല്ലുമ്പോൾ യഥാർത്ഥത്തിൽ ആ പ്രകാശത്തെ നമ്മുടെ ഉള്ളിലേക്കും വീട്ടിലേക്കും ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. മഹാലക്ഷ്മി ദേവി ഓരോ വീടിന്റെയും പടിവാതിൽക്കലെത്തുന്ന സമയമാണിതെന്ന് സങ്കല്പം. ആ നേരത്ത് വാതിൽ അടച്ചിടുന്നത് വന്നുകയറേണ്ട ഭാഗ്യത്തെയും ഐശ്വര്യത്തെയും പുറത്തു നിർത്തുന്നതിന് തുല്യമാണെന്ന് പഴമക്കാർ വിശ്വസിച്ചിരുന്നു. ഒരു അതിഥി വരുമ്പോൾ വാതിലടയ്ക്കുന്നത് എത്രത്തോളം വിഷമകരമാണോ, അതിനേക്കാൾ വലിയൊരു വീഴ്ചയാണ് ദേവിയെ വരവേൽക്കേണ്ട സമയത്ത് വാതിൽ കൊട്ടിയടയ്ക്കുന്നത്. പണ്ടുകാലത്ത് നമ്മുടെ വീടുകളിൽ സന്ധ്യയ്ക്ക് വിളക്ക് വെച്ചാൽ കുറഞ്ഞത് ഒരു നാഴിക നേരമെങ്കിലും വീടിന്റെ മുൻവാതിൽ തുറന്നിടുമായിരുന്നു. പ്രപഞ്ചത്തിലെ ശുദ്ധവായുവും പ്രകാശവും വീട്ടിലേക്ക് സുഗമമായി പ്രവഹിക്കാൻ വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഇന്നത്തെ സംസ്കാരത്തിലും തിരക്കുപിടിച്ച ജീവിതത്തിലും നമ്മൾ ആചാരങ്ങളെ സൗകര്യത്തിനു വേണ്ടി മാറ്റിയെഴുതി. വിളക്ക് തെളിച്ചാൽ ഉടനെ വാതിലുകൾ അടയ്ക്കുന്നത് വീട്ടിൽ നെഗറ്റീവ് ഊർജ്ജം കെട്ടിക്കിടക്കാൻ കാരണമാകുന്നു എന്നാണ് വിശ്വാസം. സന്ധ്യാസമയത്ത് വീട് തുറന്നിടുന്നത് വെറുമൊരാചാരമല്ല, അത് നമ്മുടെ മനസ്സും വീടും പോസിറ്റീവ് ചിന്തകൾക്കായി തുറന്നുവെക്കുന്നു എന്നതിന്റെ അടയാളം കൂടിയാണ്. സന്ധ്യാനേരത്തെ ആ പ്രാർത്ഥനകൾക്കും മന്ത്രങ്ങൾക്കും നമ്മുടെ വീടിന്റെ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ കഴിവുണ്ട്. ആ ശുദ്ധി പൂർണ്ണമാകണമെങ്കിൽ പ്രകൃതിയുമായുള്ള ആ ബന്ധം മുറിയാൻ പാടില്ല. കുറഞ്ഞ പക്ഷം വിളക്ക് കൊളുത്തി നാമം ജപിച്ചുകഴിഞ്ഞ് കുറച്ചു സമയമെങ്കിലും വീടിന്റെ പ്രധാന വാതിൽ തുറന്നിടാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും കൊണ്ടുവരും. ഇരുട്ടിനെ അകറ്റാൻ നമ്മൾ തെളിക്കുന്ന ആ ചെറിയ തിരുനാളം ലക്ഷ്മി ദേവിക്കുള്ള വഴികാട്ടിയാണ്. ആ വഴികാട്ടിയെ സാക്ഷിയാക്കി വാതിലുകൾ തുറന്നിടാം. കാരണം ഐശ്വര്യമെന്നത് വെളിയിൽ നിന്ന് അകത്തേക്ക് വരേണ്ട ഒന്നാണ്. വാതിലുകൾ തുറന്നിടുമ്പോൾ നമ്മുടെ ഹൃദയവും പ്രപഞ്ചത്തിനു മുന്നിൽ തുറക്കപ്പെടുകയാണ്. ഓർക്കുക, നിറദീപം തെളിയുന്ന ഉമ്മറവും തുറന്നിട്ട വാതിലുകളുമുള്ള വീടുകളിലാണ് എന്നും സന്തോഷം കുടികൊള്ളുന്നത്. ആ വലിയ സത്യം തിരിച്ചറിഞ്ഞ് വരും ദിവസങ്ങളിൽ സന്ധ്യാസമയത്ത് ആവോളം ഐശ്വര്യം നിങ്ങളുടെ വീടിനുള്ളിലേക്ക് കടന്നുവരാൻ അനുവദിക്കൂ. ആ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെയും പുണ്യം കൊണ്ട് നിറയ്ക്കട്ടെ.